ലാസിനെസ്, ക്ലീൻനെസ്, കവേർഡേഴ്സ്, ഭയം അതൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ഐഡിയൽസാണ് ഒരു ബെസ്റ്റ് വർക്ക് പ്ലേസിൽ. ഏതൊരു ആളും ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. അതിന് സോബറിറ്റി വേണം. ഒരു 3 ഡേയ്സ് സോബറിറ്റിയാണ്. ഞാൻ ഇന്നലെ 3 ഡേയ്സ് സോബറിറ്റി മുതലാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഡേ 2 3 ഡേയ്സ് സോബറിറ്റി വർക്കാണ്. ഇന്നലെ ഡേ 1 ആയിരുന്നു, ഇന്ന് ഡേ 2 ആണ്. സോ അത് ഇമ്പ്രൂവ് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അത് എനിക്ക് ഉറപ്പാണ്. ഈ സോബറിറ്റി വർക്ക് എൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതെന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ നിന്നും ശമ്പളക്കുറവുകളിൽ നിന്നും ഇതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് പറഞ്ഞു വിടുന്നതെന്നല്ല, പറഞ്ഞു വിടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളക്കുറവാണ്. അപ്പോൾ ശമ്പളക്കുറവിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം. അതിന് സോബറിറ്റി വർക്ക് വളരെ ഉത്തമമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത് വർക്ക് ചെയ്യുമ്പോൾ സോബറായിരിക്കുക എന്നുള്ളതാണ് മാക്സിമം. 3 ഡേയ്സ് സോബറിറ്റി മിനിമം ഒരു ക്വാളിറ്റിയുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ. 3 ഡേയ്സ് സോബറിറ്റി ഇല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾക്ക് എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അവരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അവരുടെ സമയം കളയുകയാണ്, വേസ്റ്റ് ചെയ്യുകയാണ്. അവരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ് ഞാൻ ചെയ്യുന്നത് 3 ഡേയ്സ് സോബറിറ്റിനോട് വർക്ക് ചെയ്യുന്നത്. കാരണം ശ്രദ്ധയില്ലാതെ അവരുടെ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യലും ഒക്കെ 3 ഡേയ്സ് സോബറിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങളാണ്. 3 ഡേയ്സ് സോബറിറ്റി ഒരു മസ്റ്റായിട്ടുള്ള ഒരു മിനിമം ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ അത് ജോലിക്കാരൻ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ ആൾക്ക് നമ്മളിൽ നിന്നോ ഒന്നും അവർക്ക് ലഭിക്കില്ല. പോസിറ്റീവായിട്ട് ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നുമില്ല. അവരത് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. മിനിമം 3 ഡേയ്സ് സോബറിറ്റി വർക്ക് ചെയ്യുക. എന്തെങ്കിലും അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് അവർ നീഡിയായിട്ട് അവരെ പുറകെ നടക്കാത്ത അവസ്ഥയിലേക്ക് വരണമെങ്കിൽ വരെ നമുക്ക് 3 ഡേയ്സ് സോബറിറ്റി വേണം. സഹായിച്ചില്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. അവർ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ് സോബറിറ്റിയുടെ കാരണം. അവർ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് സോബറിറ്റി കൂടെ തന്നെയാണ്. സോബറിറ്റി പോകുമ്പോഴാണ് നമ്മൾ അവരെ ദ്രോഹിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. സോ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പരമാവധി സോബറായിരിക്കുക. എന്തറ്റം വരെ പോയിട്ട് ഏത് വഴി സ്വീകരിച്ചും സോബറിറ്റിക്ക് പിന്നാലെ പോകുക. അതിനെ എപ്പോഴും ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്യുന്നതിന് വളരെ വലിയ മുൻഗണന ജീവിതത്തിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ശമ്പളം 25,000 രൂപ കിട്ടും. 25,000 ശമ്പളം കിട്ടും സോബറിറ്റി ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാ കടങ്ങളും തീരും. വിദ്യാഭ്യാസം മുന്നോട്ട് പോകും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. മറ്റുള്ളവർ ഈ പറയുന്ന പോലെ ജോലിയിൽ മറ്റ് വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ തന്നെ കുറച്ച് ഇടപാടുണ്ടെങ്കിൽ അത് അവരുടെ കാശിറക്കുന്ന ഒരാളുടെ ഭയം, ആങ്സൈറ്റി എന്നല്ലത്. അവർ പൊതുപ്പണക്കാരനാണെന്ന് ചിന്തിക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് കൊണ്ട് ചിന്തിക്കാൻ പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ചിന്തകൾ വരിക, അവരുമായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടിയൊക്കെയാണ്. കുറേയൊക്കെ നെഗറ്റിവിറ്റിയൊക്കെ കൂടുതൽ ജോലിയിൽ നിന്നും വരാം. അതൊക്കെ മനസ്സിലെടുക്കുക. അത് എല്ലാവരും അംഗീകരിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോബറാകുക എന്നുള്ളതാണ്. 3 ദിവസത്തെ സോബറിറ്റി പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടുന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അല്ലാണ്ട് സോബറല്ലാണ്ട്